ഇന്നൊരു ഷൈ ദിവസമായിരുന്നു. ഫുഡ് ഉണ്ടാക്കാനും ഒന്നിനൊരു മൂഡില്ലാത്ത ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനാണെങ്കിലോ കേൾക്കേണ്ട താമസം. അപ്പോഴേക്ക് ഏട്ടൻ ഓർഡർ ചെയ്ത് ഏട്ടൻ ഈ ഏരിയ അറിയാത്തതുകൊണ്ടും ഞങ്ങൾ ഈ ഏരിയ ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് മന്തി ഓർഡർ ചെയ്ത്. പിന്നെ ഒന്നും പറയണ്ട, മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്ലോപ്പ് മന്തി ഇല്ല. അത്രയ്ക്ക് ഫ്ലോപ്പായിട്ടായിരുന്നു. ഞാൻ കൊണ്ടുപോകുന്ന പോക്കൊക്കെ കണ്ടായിരിക്കും ഇപ്പോൾ ഒന്നായിട്ട് കഴിക്കും. പക്ഷേ നമുക്ക് ആ ഒരു മന്തി ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. ആ മന്തി റൈസ് കണ്ടപ്പം തന്നെ എല്ലാം പോയി. അപ്പോഴേക്കും വേദൂട്ടൻ ഉണർന്നു. പിന്നെ പറയണ്ടല്ലോ, എൻ്റെ ഫുഡൊക്കെ ഗോവിന്ദ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ഓനെ മടിയിലൊക്കെ വെച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നടക്കില്ല. പിന്നെ ഒരു രക്ഷയില്ല. അവനാണെങ്കിൽ ഒരു രക്ഷ അമ്പിനും വില്ലിനും അടുക്കാത്ത പോലെയായിരുന്നു. ഭയങ്കര അലമ്പായിരുന്നു, കരഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓനെ കുറേ ഉറക്കാനൊക്കെ നോക്കി. എങ്ങനെയെങ്കിലും ഉറങ്ങിയിരിക്കും വിചാരിച്ചു. എവിടെ ഉറങ്ങുന്നൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം പോയി കൈയൊക്കെ കേക്കി. അങ്ങനെ എൻ്റെ കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം ഏട്ടനോനെ എടുത്ത് പിന്നെ ഞാൻ കഴിച്ച്. അങ്ങനെ ഞാനും ഓനായിട്ട് കുറേ കളിച്ച് പിന്നെ ഓൻ അച്ഛമ്മേനെ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്ത് പിന്നെ കുറേ സമയം ഞാനും ഓനും ഓൻ്റെ അച്ഛനൊക്കെ കളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ ഓനെ ഉറക്കി. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.